ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി ഇടവക ജനങ്ങളും എത്തിയിരിക്കുകയാണ്. മള്ളൂശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ ഇടവകയിലെ വിശ്വാസികളാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിഷേധ കൂട്ടായ്മയും അതുപോലെ തന്നെ അനുസ്മരണ യോഗവുമാണ് സംഘടിപ്പിച്ചത്. ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഇനിയും കുറ്റക്കാരായ ആരെങ്കിലും പിന്നിലുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി അല്ലെങ്കിൽ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഞങ്ങൾ പ്രതിഷേധം എത്താൻ കാരണം ഈ പല ആരോപണങ്ങൾ ഞങ്ങൾ സമൂഹ മധ്യത്തിലൂടെയെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ആരോപണം. ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. കാരണം ഷൈനി എന്ന് പറഞ്ഞ ആ സഹോദരിയും 2 മക്കളും ഭർതൃപീഡനത്താലാണ് മരിച്ചെന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ്. കാരണം വർഷങ്ങളായിട്ട് ആ സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം അവരെ വീടിന് വെളിയിലാക്കി ഇവർ കഥകടയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ ഒരു തരത്തിലും നിവൃത്തിയിലാകുന്നു. അവർ 9 മാസം മുമ്പ് ആ ഭർത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി അവർക്ക് വിവാഹമോചനത്തിന് കൊടുക്കും. പക്ഷേ ഈ ഭർത്താവ് ഒരു തരത്തിലും വിവാഹമോചനത്തിന് ആ കോടതിയിൽ എത്തുകയോ അതിനു വേണ്ട ഇടപെടൽ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് പക്ഷേ നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം കെട്ടിച്ചു വിട്ട ഒരു പെൺകുട്ടി, 3 മക്കളുള്ള പെൺകുട്ടി, അവർ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലും അത്ര വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരും അതിന് അത്ര വലിയ ഇത് കൊടുക്കുന്നതെന്നാണ് ഞങ്ങളുടെ അറിവ്. കറക്റ്റായ വിവരമൊന്നും നമുക്കറിയാം. നമ്മളെല്ലാം കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് തേഞ്ഞു മാഞ്ഞ് മുമ്പോട്ട് പോകാതിരിക്കാൻ പോകാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ, അതായത് ഞങ്ങളുടെ രൂപതയിൽപ്പെട്ട ആദ്യമായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുക. അത് വേറെ അതിന് പ്രത്യേകിച്ച് നേതാക്കന്മാരോ അച്ഛന്മാരോ ഒന്നുമില്ല. ഞങ്ങളുടെ ഇടവകക്കാരുടെ മാത്രം പ്രതിഷേധമാണ്. ഇതൊരു തീപ്പൊരിയായിട്ട് മറ്റുള്ള ഇടവകളിലേക്ക് പടരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം എന്നാലേ ഉള്ളൂ ഇതിനൊരു തീരുമാനവും തീർച്ചയും ഉണ്ടാകും. ഇനിയും ഞങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അത് അൽമായരായ ഞങ്ങൾ അതിനെതിരെ ഇന്നു മുതൽ പ്രവർത്തിക്കാൻ പോവുക. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒത്തിരി വേദനിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 10-15 വയസ്സുള്ള കുട്ടികളെ അമ്മ മാറോട് പിടിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടുക എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള വീടുകളിൽ അതുപോലുള്ള പ്രത്യേകത ഉണ്ടാവാം. തീർച്ചയായിട്ടും ഒരു വൈദ്യനുള്ള ഭവനത്തിൽ അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ക്നാനായ സമുദായത്തിൽ ഒരു വീടുകളിൽ ഇതുപോലെ സംഭവം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ രൂപതയോ ഇടവകയോ അല്ലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ വൈദികരോ അത് ചർച്ച ചെയ്ത് തീർത്ത് പരിഹരിക്കാത്ത കാര്യമുണ്ട്. നമുക്ക് സാധാരണക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് ആ പിള്ളേരെ കാണുമ്പം ഹൃദയം പൊട്ടുകയാണ്. അപ്പം അവരുടെ സ്വന്തം അവരെ വേണ്ടപ്പെട്ട ആൾക്കാർക്കുള്ള വേദനകൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഈ ഉണ്ടായ സംഭവം ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഭാഗം നമ്മളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റും നടക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ട കടമ നമുക്കുണ്ട്. അതിനകത്ത് ഒരു വീഴ്ച നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ, എല്ലാവരും പരസ്പരം അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ നമുക്കും സമൂഹത്തിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അടുത്ത് നിൽക്കുന്നവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അറിയാനുള്ള ബാധ്യത നമുക്കുണ്ട്. പക്ഷേ ഇത് തൊടുപുഴ നടന്നതാണ്. തൊടുപുഴ വികാരിക്ക് അതിന് പങ്കുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ള മറ്റ് വൈദികന് അതിന് പങ്കുണ്ട്. കാരണം ഇവരൊക്കെ സമൂഹത്തെ ഉദ്ധരിക്കുന്ന ആൾക്കാരാണ്. കുടുംബത്തെ നവീകരിക്കാൻ വേണ്ടിയാണ് ഇവരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നന്മയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അവരിൽ നിന്ന് അവരുടെ കടമ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതെന്ന് എനിക്ക് ബോധ്യമാകുന്നത്. ഇത് വിൻസെന്റ് പോളിലെ പ്രത്യേക ഒരു അനുശോചനം ഏർപ്പെടും. തീർച്ചയായിട്ടും സഭയുടെ ഭാഗത്തുനിന്ന് ഒരിടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. സഭയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ മുമ്പ് ഈ കുട്ടികൾ ഈ തള്ളയും മരിക്കല്ലായിരുന്നു. അതിനുള്ള ശേഷമുള്ള സഭയുടെ ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് പോലീസ്, ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തു. അതിന് പ്രകാരം അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി FIR ഇട്ടു. അതിനുശേഷം അവിടെ റിമാൻഡിലാക്കി. നടപടി വേണമെന്ന് ചോദിച്ചാൽ ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. 18-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള അവർ വായിക്കേണ്ട ദിവസം ഈ ശരണമന്ത്രം ചെയ്യുന്നത് പോലെ, ഈ ഉരുവിടുന്ന പോലെ ഇതെല്ലാം എല്ലാവർക്കും വിളമ്പുന്നവരാ ഇവരെല്ലാം, എല്ലാവരിലും. പക്ഷേങ്കിൽ രാവിലെ 6 മണിയാകുമ്പോൾ 6:30 ആകുമ്പം അൾത്താരയിൽ കയറി വിശുദ്ധ കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും എടുത്ത് ആശീർവദിച്ച് ഞാൻ കയറുന്ന 2 ഉടുപ്പുള്ളവൻ 1 ഉടുപ്പ് കൊടുക്കട്ടെന്നാ പറയുന്നത്. 1 ഉടുപ്പ് മറ്റുള്ളവന് ചെരുപ്പ് പോലും വിടരുത്. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പെരുമ്പറ കൊട്ടി പറയുന്നവരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ്.